ഹലോ, വെൽക്കം ബാക്ക്. നമ്മുടെ മലേഷ്യൻ സീരീസിലെ 5ാമത്തെ എപ്പിസോഡാണിത്. എന്റെ പൊന്നു മോനെ, ഇതുവരെ തീർന്നില്ലെന്ന് ചോദിക്കുന്നവരോട് ആദ്യം തന്നെ അതിനുള്ള മറുപടി പറയാണ്. ഈ യാത്ര ഞാൻ ഒറ്റ വീഡിയോയിൽ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ പോയാലും 1 മണിക്കൂറിന് മേലെ വരും അതിന്റെ വീഡിയോയുടെ ലെങ്ത്. അപ്പൊ പിന്നെ തോന്നി എന്തായാലും ഒരു സീരീസ് ആയിട്ട് ഓരോ ദിവസത്തിൻ്റെതും സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാന്നുള്ളത്. അതുകൊണ്ടാണ് ഇത് തീരാത്തത്. ഇനി കൂടി പോയ 2 എപ്പിസോഡ് അല്ലെങ്കിൽ മാക്സിമം 3 എപ്പിസോഡ് അതിൻ്റെ ഉള്ളിൽ ഞാനിത് തീർക്കും. എന്തായാലും അതവിടെ നിൽക്കട്ടെ. നമുക്ക് എന്തായാലും ഫുഡിന്റെ കാര്യത്തിലേക്ക് വരാം. അല്ലെങ്കിൽ ഇത് ഒറ്റയ്ക്ക് തീർക്കും. എണീക്കാൻ ലേറ്റ് ആയപ്പോൾ എന്തായാലും ലഞ്ച് കഴിച്ചിട്ടാവും ബാക്കിയെന്ന് കരുതിയിട്ട് മലേഷ്യൻ സ്പെഷ്യൽ ആയിട്ട് നാസിക് ലെമക്ക് കിട്ടുന്ന റെസ്റ്റോറന്റ് തെരഞ്ഞു നടന്നിട്ട് നല്ലൊരെണ്ണം കണ്ടുപിടിച്ചു. മലേഷ്യത്തെ തേങ്ങാച്ചോറ തോന്നുന്നു. ഇത് ചെമ്മീന് സംഭവങ്ങളെല്ലാം കൂട്ടിയിട്ടുള്ള ഒരു ചമ്മന്തി പോലത്തെ സാധനമാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ ഇതിന് വെത്തൾ മീൻ എന്ന് പറയാം. എവിടെ ബാക്കിയുള്ളിടത്തിൽ എന്താ പറയാന്നറിയില്ല. പിന്നെ പ്രോൺസ് അല്ല, ആക്ച്വലി ഷ്രിമ്പ് കുറച്ച് വലുത്. പിന്നെ പോച്ച്ഡ് എഗ്ഗും ഉണ്ട്. പക്ഷെ ഇതാണ് എനിക്ക് ഇഷ്ടമായത്. നല്ല രസമുള്ള തേങ്ങാച്ചോറ് അല്ലേ. അങ്ങനെ അവിടുന്ന് നാസിക് ലെമക്ക് കഴിച്ച് വയറ് ഫുള്ളായി പുറത്തിറങ്ങിയപ്പോൾ മധുരം കഴിക്കാനൊരു ആഗ്രഹം. അതിന്റെ തൊട്ടടുത്ത് തന്നെ സെയ്ത്തൂന്റെ ഒത്തന്റിക് ടർക്കിഷ് സ്വീറ്റ്സ് കിട്ടുന്ന ഒരു ഔട്ട്ലെറ്റ് കണ്ടു. ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ എന്റെ കൂടെ ഉള്ള ആളുടെ കൺട്രോൾ പോയി. അങ്ങനെ പിന്നെ ആൾക്ക് ഇഷ്ടമായ കുറച്ച് സാധനങ്ങളെല്ലാം കൂടെ സെലക്ട് ചെയ്തിട്ട് അയാളോട് ഒരു ബോക്സിലാക്കിയിട്ട് പാക്ക് ചെയ്ത് തരാൻ പറഞ്ഞു. പിന്നെ സജുവിന് ഒരിക്കലും കുറ്റം പറയാനും പറ്റില്ല. ഇവരുടെ സ്വീറ്റ്സ് കണ്ടിട്ടുണ്ടെങ്കിലും അത് ഒരിക്കൽ കഴിച്ചിട്ടുണ്ടെങ്കിലും ആരാണെങ്കിലും വീണു പോകും. ഇവിടെ ഖത്തറിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ കൊളീഗ്സ് എല്ലാവരും അറബ്സ് ആയത് കാരണം എന്തൊരു ഫംഗ്ഷനും അല്ലെങ്കിൽ അവർക്ക് എന്തൊരു വിശേഷപ്പെട്ട സംഗതി ഉണ്ടെങ്കിലും ഈ സ്വീറ്റ്സ് ആവും കൊണ്ടുവരിക. അങ്ങനെ പലപ്പോഴും കഴിച്ച് എനിക്കിതിനോടുള്ള താല്പര്യം ലേശം കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതേ സ്ഥാനത്ത് ഞാൻ ആദ്യമായിട്ട് കഴിക്കുമ്പോൾ ഇതേ ഫീലിംഗ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. അങ്ങനെ അതും വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് വിസിറ്റ് ചെയ്യാൻ പോകുന്നത് 2 സ്ഥലങ്ങളാണ്. ഒന്ന് മെർദക്ക സ്ക്വയർ, അതുപോലെ പെറ്റാലിംഗ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ ചൈന മാർക്കറ്റ്. എന്തായാലും നമ്മളൊരു സ്ഥലം കാണാൻ പോകുമ്പോൾ അവിടുത്തെ കുറച്ച് ചരിത്രം അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ. നമുക്ക് എന്തായാലും മെർദക്ക സ്ക്വയർ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് സ്ക്വയർ എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്തിനെ കുറിച്ചുള്ള ചരിത്രം തന്നെ ആവാം ആദ്യം. 1880 ചൈനീസും അതുപോലെ മലായ് കമ്മ്യൂണിറ്റിയിലുള്ളവരും ക്ലാങ് റിവർ എന്ന് പറഞ്ഞുള്ള ഈ നദിക്കരയിൽ വന്നിട്ട് സെറ്റിലായി. അങ്ങനെ ആ സമയത്താണ് കോളലംപൂർ മലേഷ്യയുടെ ക്യാപിറ്റൽ ആവുന്നത്. അതേ സമയത്ത് ബ്രിട്ടീഷ് കൊളോണിയൽസ് വന്നിട്ട് ഇവിടെ കൈയടക്കാൻ തുടങ്ങി. യാപ് അ ലോയ് എന്ന് പറഞ്ഞ ഒരു ചൈനക്കാരൻ, അയാൾ ഈ ക്ലാങ് റിവറിന്റെ നദിക്കരയിൽ ധാന്യങ്ങളും അതുപോലെ പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യായിരുന്നു. ആ സമയത്ത് ഇവിടെ വന്ന ബ്രിട്ടീഷ് അധികാരി വില്യം ഡഗ്ലസ്, ആൾക്ക് ഈ സംഭവം അത്ര അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. വില്യം ഡഗ്ലസിന്റെ മനസ്സിലുണ്ടായിരുന്നത് ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ, പോലീസ് അക്കോമഡേഷൻ, പോലീസ് ഓഫീസുകൾ, അതുപോലെ പോലീസുകാർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ഗ്രൗണ്ട്, ഇതൊക്കെ സെറ്റ് ചെയ്യാനായിരുന്നു ആളുടെ മനസ്സിലുണ്ടായിരുന്ന ഉദ്ദേശം. അങ്ങനെ 1882 യാപ് അലോയുടെ കയ്യിൽ നിന്ന് 1 ഏക്കറിന് $50 വെച്ചിട്ട് കൊടുത്തിട്ട് സ്ഥലം വാങ്ങി. എന്നിട്ട് ആദ്യം അതൊരു പരേഡ് ഗ്രൗണ്ട് ആക്കി. അങ്ങനെ അവിടുന്ന് ഒരു 10 വർഷം കഴിഞ്ഞ് പിന്നെ വന്ന അധികാരി ഏർണസ്റ്റ് ബർച്ച്, ആളൊരു നല്ല ക്രിക്കറ്റ് പ്രേമിയായിരുന്നു. ആൾ വന്നിട്ട് ആ പരേഡ് ഗ്രൗണ്ട് ഒന്നും കൂടെ സ്മൂത്ത് ആക്കി നല്ല വൃത്തിയാക്കി എടുത്തിട്ട് അതൊരു നല്ല ക്രിക്കറ്റ് ഗ്രൗണ്ട് ആക്കി മാറ്റി. അങ്ങനെ അതേ സമയം തന്നെ 1890 അവിടെ സെലങ്ങോർ ക്ലബ് ഹൗസും 1895 അവിടെ സെന്റ് മേരീസ് ചർച്ചും ഉണ്ടാക്കി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്ലാങ് റിവർ. ഒരു സമയത്ത് കൃഷിഭൂമിയായിട്ടുണ്ടായിരുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ക്ലാങ് റിവറിനോട് ചേർന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ് സുൽത്താൻ അബ്ദുൽ സമദ് ബിൽഡിംഗ്. അതിന്റെ ബാക്ക് സൈഡ് ആണിത്. 1897 എല്ലാ ഗവൺമെന്റ് ഓഫീസസും ഉണ്ടായിരുന്നത് സുൽത്താൻ അബ്ദുൽ സമദ് ബിൽഡിംഗിലാണ്. അവിടുന്ന് കുറച്ച് കാലം കഴിഞ്ഞ് ഗവൺമെന്റ് ഓഫീസസ് ഒക്കെ വേറെ സ്ഥലത്തേക്ക് മാറ്റിയപ്പോൾ ഇത് പിന്നെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് ആയി. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചു കാലം ഇവിടുത്തെ സുപ്രീം കോർട്ടായിരുന്നു ഇത്. സുപ്രീം കോർട്ട് ഇവിടുന്ന് മാറ്റിയപ്പോൾ ഇത് പിന്നെ കുറെ കാലം ഇവിടെ അടഞ്ഞു കിടക്കുകയായിരുന്നു. ഇപ്പൊ ഈ ബിൽഡിംഗിൽ ഉള്ളത് മിനിസ്ട്രി ഓഫ് ഹെറിറ്റേജ് ആൻഡ് കൾച്ചർ ആണ്. അങ്ങനെ 1957 ഓഗസ്റ്റ് 30 അർദ്ധരാത്രി ബ്രിട്ടീഷുകാരുടെ പതാക താഴ്ന്നു, മലേഷ്യയുടെ പതാക പൊങ്ങി. അന്ന് മുതൽ മലേഷ്യയുടെ എല്ലാ നാഷണൽ ഇവന്റ്സും സെലിബ്രേഷൻസും ഇവിടെ വെച്ചിട്ടാണ് നടക്കാറ്. നമ്മുടെ ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഫ്ലാഗ് ഹോസ്റ്റിംഗും മറ്റും നടക്കുന്നത് റെഡ് ഫോർട്ടിന്റെ ഏരിയയിലാണല്ലോ, അതേപോലെ തന്നെ. അപ്പൊ മലേഷ്യയിലെ ഇൻഡിപെൻഡൻസ് സ്ക്വയറിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഇനി നമ്മൾ അടുത്തതായിട്ട് പോണത് ചൈന ടൗൺ എന്നറിയപ്പെടുന്ന പെറ്റാലിംഗ് സ്ട്രീറ്റ്. ചൈന ടൗണിലെ വിശേഷങ്ങൾക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ എനിക്കിവിടെ ഒരാളെ മീറ്റ് ചെയ്യാനുണ്ട്. ഞാനിവിടെ മലേഷ്യയിൽ വന്നത് അറിഞ്ഞപ്പോൾ എന്റെ ഫ്രണ്ട് റൂബിനിയും അവളുടെ അമ്മയും അവർ രണ്ടുപേരും കൂടെ എന്തായാലും നമുക്കിന്ന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വരാന്നാ പറഞ്ഞിട്ടുള്ളത്. റൂബിനി മലേഷ്യക്കാരി തന്നെയാണ്, എന്റെ കോളേജ് മേറ്റ് ആയിരുന്നു ആള്. ഏകദേശം 8-9 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ വീണ്ടും കാണുന്നത്. അതും ഒരിക്കലും വിചാരിച്ചിട്ടില്ല അത് ഇതുപോലെ മലേഷ്യയിൽ വെച്ചിട്ടാവുന്നുള്ളത്. Smell is a bit strong. Try that. That's the nicer one. It's just how to eat it? Just swallow or how is it? No. There's seed inside. Seed inside? Just like the jackfruit. Yeah. Okay. And the smell strong, right? It's very sweet. Very nice. No. She didn't like. Smell, it's nice, but the smell is strong. Very sweet. One more. It's okay. So, that's why apparently the white people will say that durian smells like heaven. Tastes like heaven, but smells like Shit. Yeah.
They don't allow this in the flight? നല്ല രസമുണ്ട്, നല്ല സ്വീറ്റ് ആണ് സാധനം അല്ലേ. She don't like such things. അങ്ങനെ കോളേജിലെ പഴയ കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്ന് കൂടെ കുറച്ച് ഫോട്ടോസ് എടുത്ത് ഞങ്ങളോട് യാത്ര പറഞ്ഞിട്ട് അവർ തിരിച്ചുപോയി. റൂബിനയുടെ ശരിക്കുള്ള നാട് കോലലംപൂർന്ന് ഏകദേശം ഒരു 300 കിലോമീറ്ററിനപ്പുറം പെനാങ് എന്ന് പറഞ്ഞുള്ള ഡിസ്ട്രിക്റ്റിലാണ്. പെനാങ്ങിൽ അവളുടെ ഒരു കസിന്റെ കല്യാണം ഉണ്ട്. അപ്പൊ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൂബിനി അമ്മ ഇപ്പൊ പോകുന്നത്. എന്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ എന്തായാലും തിരിച്ചു വരാൻ എന്തായാലും 4-5 ദിവസം എടുക്കും, ഒരു പക്ഷേ ഞങ്ങൾ എത്തുമ്പോഴേക്കും നീ പോയാലോ എന്ന് കരുതിയിട്ടാണ് ഇപ്പൊ തന്നെ മീറ്റ് ചെയ്യാൻ വന്നത് എന്ന്. നമ്മളെ പഴയ സുഹൃത്തുക്കൾ നമ്മൾ കുറെ കാലം കഴിഞ്ഞ് കാണുമ്പോൾ അത് എന്തൊക്കെ പറഞ്ഞാലും ഭയങ്കര സന്തോഷമുള്ള ഒരു സംഗതി തന്നെയാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്നാൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ സന്തോഷം തരണം വേറൊരു സംഗതി കാണിച്ചു തരട്ടെ. Fendi, Christian Dior, Prada, Coach. അങ്ങനെ തുടങ്ങി ഒരുപാട് ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ പെർഫ്യൂംസ്, ബാഗ്, വാച്ചസ്, ഫുട്വെയർ, ഫാഷൻ ആക്സസറീസ്, ഇങ്ങനെ എന്ന് വേണ്ട ഒരുവിധം എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ലൂയി വിറ്റന്റെ ഗുച്ചിയുടെ ഒക്കെ ഏകദേശം 1.5 ലക്ഷത്തിനൊക്കെ മേലെ വില വരുന്ന ബാഗുകൾ നിങ്ങൾക്ക് ഇവിടെ വെറും 80 റിങ്കറ്റ് മുതൽ 150 റിങ്കറ്റ് വരെയുള്ള പ്രൈസിൽ വാങ്ങിക്കാൻ പറ്റും. ഇനി ഇത് ലീഗലാണോ ചോദിച്ചാൽ ഒരിക്കലും ലീഗൽ അല്ല. കാരണം ഇങ്ങനെ ബ്രാൻഡഡ് പ്രോഡക്റ്റുകളുടെ റെപ്ലിക്ക ഉണ്ടാക്കി വെക്കുന്നത് ഇല്ലീഗൽ ആയിട്ടുള്ള സംഗതി തന്നെയാണ്. ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ടായിരുന്നു, മലേഷ്യൻ ഗവൺമെന്റ് ഇങ്ങനെ റെപ്ലിക്ക ഉണ്ടാക്കി വെക്കുന്നതോ അല്ലെങ്കിൽ റെപ്ലിക്ക സെയിൽ ചെയ്യുന്നതോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് പിടിക്കപ്പെടുന്ന ആളുടെ കയ്യിൽ നിന്ന് മലേഷ്യൻ റിങ്കറ്റ് ഏകദേശം 15,000 ചാർജ് ചെയ്യും എന്നുള്ള കാര്യം. അങ്ങനെയൊക്കെയാണെങ്കിൽ മലേഷ്യനെ കമ്പയർ ചെയ്യുമ്പോൾ ആ കാര്യത്തിൽ ഭീമന്മാരായിട്ടുള്ളത് ചൈനയും അതുപോലെ ബാങ്കോക്കുമാണ്. ഇതുപോലുള്ള ലക്ഷറി ബ്രാൻഡുകളുടെ റെപ്ലിക്ക ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന സ്ഥലമാണ് ബാങ്കോക്ക്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബാങ്കോക്കിലൊക്കെ എപ്പോഴും നടക്കുന്ന ഒരു സംഗതിയാണ്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വരും, അവർ ഇതുപോലുള്ള പ്രൊഡക്റ്റുകൾ കാണും, അവർ സീസ് ചെയ്യും. പല സ്ഥലത്തും അവർ അത് കാരണം തന്നെ പരസ്യമായിട്ട് വെക്കൂല. ഇവിടെ എന്താണെന്ന് അറിയില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും കാണാനില്ല, എല്ലതും പരസ്യമായിട്ടാണ് വെച്ചിട്ടുള്ളത്. അത് കാരണം തന്നെ പല ഷോപ്പിലും ഞാൻ ഇവിടെ കയറുന്ന സമയത്ത് വീഡിയോ എടുക്കുമ്പോൾ അവർ വീഡിയോ എടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വാങ്ങാൻ പോകുമ്പോൾ ഇത് ലീഗലാണോ ഇല്ലീഗലാണോ എന്ന് നമ്മൾ നോക്കാൻ നിൽക്കില്ല. കാരണം ഈ 1.5 ലക്ഷം 2 ലക്ഷം ഒക്കെ കൊടുത്തിട്ട് ഓരോ സാധനം വാങ്ങിക്കുന്നതിലും നല്ലത് ഈ 2000-3000 രൂപക്ക്, അതായത് 80 മുതൽ ഒരു 150 റിങ്കറ്റ് വരെയുള്ള പ്രൈസിന് കിട്ടുമ്പോൾ നമ്മൾ അതല്ലേ നോക്കുകയുള്ളൂ. അപ്പൊ നിങ്ങൾ മലേഷ്യയിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് പർച്ചേസ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നും നോക്കണ്ട, നേരെ പെറ്റാലിംഗ് സ്ട്രീറ്റിൽ വന്നാൽ മതി. കുറെ സായിപ്പന്മാരും മദാമ്മമാരും അതുപോലെ അറബ്സ് ഒക്കെ വന്നിട്ട് ഇവിടുന്ന് ചാക്കിലാണ് സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. ഞങ്ങളിവിടെ വന്നപ്പോൾ മനസ്സിലാക്കിയ ഒരു സംഗതിയാണ്, ഇനി മുതൽ മലേഷ്യയിൽ വരികയാണെങ്കിൽ കൈ വീശി വരിക, എന്നിട്ട് ഇവിടുന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് പോവുക. അങ്ങനെ അത്യാവശ്യം അതിനുള്ളിൽ നടന്ന് ക്ഷീണിച്ചപ്പോൾ ഇനി എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്നുള്ളതായിരുന്നു അടുത്ത ചിന്ത. അങ്ങനെ തെരഞ്ഞു നടക്കുമ്പോഴാണ് കുറച്ച് നേരത്തെ റൂബിനയുടെ അമ്മ കഴിക്കാൻ തന്നിരുന്ന ദുരിയാൻ ഫ്രൂട്ട് അവിടെ വിൽക്കാൻ വെച്ചിട്ടുള്ളത് കണ്ടത്. ആ സംഗതി ടേസ്റ്റ് ഉണ്ടെങ്കിലും അതിന്റെ സ്മെല്ല് കാരണം പിന്നെ കഴിക്കാൻ തോന്നിയിട്ടില്ല. അപ്പോൾ ഒരാളെന്നെ തോണ്ടി വിളിച്ചിട്ട് ദൂരേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു, എന്താ പൈസയൊക്കെ അവിടെ എന്തോ ഹോം മെയ്ഡ് ചോക്ലേറ്റ് എന്തോ ഉണ്ട് എന്നുള്ളത്. അങ്ങനെ അടുത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് നല്ല പന്നിയിറച്ചി അരച്ച് ഉണക്കി ഷീറ്റ് പോലാക്കിയുള്ള സംഗതികളാണത്. അങ്ങനെ അത് കണ്ടപ്പോൾ അവളുടെ വിശപ്പ് മൊത്തം പോയി. അപ്പൊ എന്നോട് പറഞ്ഞു, എനിക്ക് ഇനി ഇവിടെ ഒന്നും കഴിക്കണ്ട, നമുക്ക് എന്തെങ്കിലും ജ്യൂസ് എന്തെങ്കിലും കഴിക്കാന്നുള്ളത്. അങ്ങനെ അവിടുന്ന് ഈ കാണുന്ന സ്റ്റിക്കിൽ വെച്ചിട്ടുള്ള ഫ്രൂട്ട്സും അതുപോലെ 2 ജ്യൂസും വാങ്ങിയിട്ട് തൽക്കാലത്തേക്കുള്ള വിശപ്പടക്കി. ആ സ്റ്റിക്കിൽ ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ളത് ഭയങ്കര രസമായിട്ടാണ് അവർ തരിക. അതിന് മേലെ കുറച്ച് ഷുഗർ സിറപ്പും അതുപോലെ തന്നെ കുറച്ച് കാരമൽ സോസും കുറച്ച് ചോക്ലേറ്റ് ഒക്കെ ഒഴിച്ചിട്ടാണ് അവർ തരിക. ടേസ്റ്റ് വൈസ് എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ലെങ്കിലും ചോക്ലേറ്റ് കണ്ട അവിടെ മലന്നടിച്ച് വീഴുന്ന ആൾ കൂടുള്ളതുകൊണ്ട് ആൾക്ക് എന്തായാലും ഇഷ്ടമായിട്ടുണ്ട്. അതിന്റെ തൊട്ടടുത്തുള്ള കടയിൽ ഇങ്ങനെ ബേബി മെറ്റൽ പോലെ എന്തൊരു സംഗതി പുഴുങ്ങി വെച്ചപ്പോൾ ഞാൻ കരുതി പടച്ചോനെ ഇനി ഇവിടുത്തെ ആൾക്കാർ ഇതും കഴിക്കുമെന്നുള്ളത്. പക്ഷെ അതിന്റെ തൊട്ടടുത്ത് തന്നെ ചെസ്നട്ട് ഇരിക്കുന്നത് കണ്ടപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഈ ചെസ്നട്ട് അതിലിട്ടിട്ട് പുഴുങ്ങിയിട്ടാണ് അവർ തരിക. നമ്മുടെ നാട്ടിൽ മണൽ ചൂടാക്കിയിട്ട് അതിലിട്ടിട്ട് കടല വറുക്കുന്നതും അതുപോലെ തന്നെ ഈ തന്തൂരി ചായയൊക്കെ മണൽ ചൂടാക്കിയിൽ വെച്ച് ഉണ്ടാക്കില്ലേ, അതുപോലത്തെ ഒരു പരിപാടി. പിന്നെ ഈ ചൈന ടൗൺ ഇവിടെ വരാനുള്ള പ്രധാന കാരണം ഇവിടെ ഉണ്ടായിരുന്ന ചൈനക്കാരും അതുപോലെ തന്നെ ഹക്ക കമ്മ്യൂണിറ്റി, മലായ് കമ്മ്യൂണിറ്റിയിലുള്ളവരൊക്കെ അവരുടെ ആവശ്യ സാധനങ്ങളും മറ്റും വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർക്കറ്റ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ആദ്യമൊക്കെ ഈ സ്ഥലം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഹൈ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടാണ്. അതിന്റെ ഒരു പ്രധാന കാരണം മലേഷ്യയിൽ പലയിടങ്ങളും ശരിക്കും വെള്ളപ്പൊക്കം ഉണ്ടാവാൻ ഭയങ്കര സാധ്യത കൂടിയ സ്ഥലങ്ങളാണ്. അതേ സ്ഥാനത്ത് ഇപ്പോൾ ഈ ചൈന ടൗൺ ഉള്ള ഭാഗം കുറച്ച് ഉയർന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ഇവിടെ ബിസിനസിന്റെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് പല ചൈനക്കാരും അവരുടെ വീടും അതുപോലെ ബിസിനസ്സും ഈ ഭാഗത്തേക്ക് മാറ്റാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ ഹൈ സ്ട്രീറ്റ് 19ാം നൂറ്റാണ്ടിൽ ചൈന ടൗൺ ആയിട്ട് മാറുന്നത്. പിന്നെ ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ നടക്കുന്ന വഴിയിൽ ഇതുപോലെ കാണുന്ന ഷോപ്പുകളിൽ അവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ വില ഒന്ന് ആദ്യം ചോദിക്കുക. എന്നതിന് ശേഷം ആ സ്റ്റോളുകളുടെ പിന്നിൽ തന്നെ നല്ല ഷോപ്പുകൾ വേറെ ഉണ്ടാവും. അവിടെ ചെന്നിട്ട് അവിടെ ഒന്ന് പ്രൈസ് ചോദിക്കുക. അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഈ വഴിയിലുള്ള സ്റ്റോളുകളിൽ പ്രൈസ് കുറച്ച് പൊതുവെ കൂടുതലായിട്ടാണ് തോന്നിയത്. അതേ സ്ഥാനത്ത് നിങ്ങൾ പ്രോപ്പറായിട്ട് അകത്ത് പോയിട്ട് കാണുന്ന ഷോപ്പുകളിൽ അവിടെ കുറച്ച് റീസണബിൾ പ്രൈസ് ആണ് എല്ലാ സംഗതികൾക്കും ഉള്ളത്. നമ്മൾ സാധാരണ നേരെ തിരിച്ചാ ചിന്തിക്കുക, ഇത് പുറത്ത് വെച്ചിട്ടല്ലേ വിൽക്കുന്നത്, അപ്പോൾ ഇവിടെ ആവും കുറവ് എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, അകത്ത് കാണുന്ന ഷോപ്പുകൾക്കാണ് കൂടുതലും ഞാൻ പ്രൈസ് കുറവ് കണ്ടത്. വേറൊരു കാര്യമുണ്ട്, അവിടെ എപ്പോഴും ഫിക്സഡ് പ്രൈസ് ആവും. അതേ സ്ഥാനത്ത് നിങ്ങൾ ഈ വഴി കാണുന്ന ഷോപ്പുകളിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ ബാർഗെയിൻ ചെയ്യാൻ നല്ല സ്കില്ലുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് വഴിയിൽ ഈ കാണുന്നത് വാങ്ങിക്കുന്നതാവും നല്ലത്. അതല്ല എങ്കിൽ അതിന്റെ തൊട്ട് പിന്നെ തന്നെ അകത്ത് കയറിയാൽ നിങ്ങൾക്ക് ഒരുപാട് ഷോപ്പുകൾ കാണാൻ പറ്റും. അപ്പോൾ അവിടെ കയറിയാൽ എങ്ങനെയായാലും ഫിക്സഡ് പ്രൈസ് ആണ്. അങ്ങനെയുള്ളവർക്ക് എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചും കൂടെ കൺവീനിയന്റ് അതാവും.
അങ്ങനെ നടന്ന് എല്ലാ കാഴ്ചകളും കണ്ടിട്ട് നമ്മൾ പെറ്റാലിംഗ് സ്ട്രീറ്റിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്താന്ന് പറഞ്ഞാൽ ഇവിടെ നേരെ ഒരു ക്യാബ് എടുക്കുക, തിരിച്ച് ഹോട്ടലിൽ പോവുക, ആ ഹോട്ടലിൽ ചെക്ക്ഔട്ട് ചെയ്യുക. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നമ്മൾ 3 ദിവസമാണ് സ്റ്റേ. ഇപ്പൊ നമ്മൾ താമസിക്കുന്ന സിൽക്കാമേ ടവറിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്തിട്ട് അടുത്ത നമ്മൾ പോകുന്നത് ഹോട്ടൽ ലിയോ പാലസ്, വേൾഡ് ട്രേഡ് സെന്ററിന്റെ അടുത്തുള്ള ഒരു ഹോട്ടലിലാണ് നമ്മൾ അടുത്ത 3 ദിവസത്തെ സ്റ്റേ വരുന്നത്. സിൽക്കാമേ ടവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ 8th ഫ്ലോറിലായിരുന്നു പൂൾ വന്നിരുന്നത്. അതേ സ്ഥാനത്ത് ഇവിടുന്ന് നമ്മൾ ഇനി ചെക്ക്ഔട്ട് ചെയ്ത് ഇനി പോകുന്ന ലിയോ പാലസിൽ അവരുടെ പൂള് വരുന്നത് റൂഫ് ടോപ്പിലാണ്. അതാണ് എനിക്ക് ആ ഹോട്ടൽ ഏറ്റവും ഇഷ്ടമായുള്ള ഹൈലൈറ്റ്. അത് മാത്രമല്ല ട്വിൻ ടവറും മലേഷ്യ സിറ്റിയുടെ നല്ലൊരു വ്യൂ കിട്ടുന്ന ഇൻഫിനിറ്റി പൂളാണത്. അപ്പോൾ ആദ്യം തന്നെ അവിടെ ചെന്ന് ചെക്ക് ഇൻ ചെയ്ത ഉടനെ നേരെ പൂളിൽ പോയിട്ട് ഇരുട്ടാവുന്നതിന് മുന്നേ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കണം. അത് കഴിഞ്ഞ് രാത്രി ഞങ്ങൾ എന്തായാലും ജലൻ അലോർ ഫുഡ് സ്ട്രീറ്റിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെന്തായാലും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. അത് നിങ്ങൾ കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. എന്തായാലും നിങ്ങൾ മനസ്സിൽ കഴിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരുവിധം എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് അവിടെ കിട്ടും. ഇനി അതല്ല, അതുപോലെ ഒരിക്കലും നിങ്ങൾ കഴിക്കരുതെന്ന് മനസ്സിൽ ആഗ്രഹിച്ച സംഗതികൾ പോലും അവിടെ പല ആളുകളും ഇരുന്ന് കഴിക്കണമെന്ന് നിങ്ങൾക്ക് കാണാനും പറ്റും. എന്തായാലും നമ്മുടെ അടുത്ത വീഡിയോയിൽ അവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ചൈന ടൗണിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയിലാണ് കസ്തൂരി വാക്ക് അതുപോലെ സെൻട്രൽ മാർക്കറ്റും കണ്ടത്. ഓക്കെ, തൊട്ടടുത്ത് തന്നെയാണല്ലോ, പിന്നെ പോകാൻ കരുതി മാറ്റി വെച്ചിട്ട് എനിക്ക് 2 സ്ഥലവും പോകാൻ പറ്റിയിട്ടില്ല. ഞാൻ ഗൂഗിളിൽ അതിന്റെ ഫോട്ടോസും സംഗതികളും കണ്ടപ്പോൾ മനസ്സിലായി മസ്റ്റ് ആയിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമായിരുന്നു അത് എന്നുള്ളത്. എന്തായാലും ഇത്തവണ ഞങ്ങൾക്ക് അത് മിസ്സായി. ഇൻഷാല്ലാ അടുത്ത തവണ ഇനി വരികയാണെങ്കിൽ എന്തായാലും അവിടെ വിസിറ്റ് ചെയ്യണം. എന്തായാലും നിങ്ങൾ വരുമ്പോൾ ഇനി ആ സ്ഥലം മറക്കണ്ട. അങ്ങനെ ഹോട്ടലിൽ തിരിച്ചെത്തിയതിനു ശേഷം ചെക്ക്ഔട്ട് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളും തീർത്തിട്ട് ഞങ്ങളെ ലഗേജ് എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഞാൻ വൈഫിന്റെ അടുത്ത് പറഞ്ഞു, ഞാനിങ്ങനെ ഇറങ്ങി വരാം, നീ ഒരു കാര്യം ചെയ്യും, ഒരു വീഡിയോ എടുക്കുക എന്നുള്ളത്. അത് കേട്ടതും ആ ലഗേജും കാര്യങ്ങളൊക്കെ അവിടെ ആളൊരു പോക്കാ പോയി. അവസാനം ഞാൻ ഒറ്റക്ക് തള്ളി പിടിച്ചിട്ട് പുറത്ത് വരേണ്ടി വന്ന്. പിന്നെ വലിയ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നാലും പോട്ടെ, അറ്റ്ലീസ്റ്റ് ആ ഡോർ ഒന്ന് തുറന്നു തരിക അല്ലേ, എന്താ ചെയ്യുക അങ്ങനെ സ്നേഹമില്ലാത്ത ഭാര്യമാരായാലും. അങ്ങനെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ പുറത്തെത്തിയപ്പോഴേക്ക് ഞങ്ങൾക്ക് പോകാനുള്ള ക്യാബ് എത്തിയിട്ടുണ്ട്. ഒരാളോട് ഞാൻ ഇറങ്ങി വരുന്ന സമയത്തുള്ള വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ആളെന്നിട്ട് ഞാൻ സാധനങ്ങൾ മുഴുവൻ വണ്ടി കയറ്റുന്നവരെ അവിടെ നിന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. കുരിപ്പിനെ അവിടെ നിർത്തി പോരരുത് കണ്ടേ ശരിക്കും. എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഒരു 20 മിനിറ്റ് മാത്രമേ ഉള്ളൂ നമ്മുടെ അടുത്ത ഹോട്ടലിലേക്ക് ഇവിടുന്നുള്ള ദൂരം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അടുത്ത വീഡിയോ ജലൻ അലോർ ഫുഡ് സ്ട്രീറ്റ് ആണ്. നമ്മുടെ മലേഷ്യൻ സീരീസിലെ ഏത് എപ്പിസോഡ് നിങ്ങൾ മിസ് ചെയ്താലും അടുത്ത എപ്പിസോഡ് നിങ്ങൾ മിസ് ചെയ്യരുത്. അങ്ങനെ ഞങ്ങൾ നമ്മുടെ അടുത്ത ഹോട്ടലായിട്ടുള്ള ലിയോ പാലസിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ സീ യു അഗൈൻ വിത്ത് എ വണ്ടർഫുൾ വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.